പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് തള്ളി തിരുവിതാംകൂർ രാജകുടുംബം. റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തെറ്റാണെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യ വർമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ റിപ്പോർട്ട് ഗൗരവത്തിൽ കാണുന്നുവെന്നും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നുമാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. റിപ്പോർട്ടിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ വാദം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടുന്ന ADGPയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആദ്യ പ്രതികരണം നൽകിയത് മാതൃഭൂമി ന്യൂസിനാണ്. റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എല്ലാം വാസ്തവവിരുദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന നിലപാടിലാണ് രാജകുടുംബാംഗങ്ങളുള്ളത്. രാജകുടുംബാംഗമായ ആദിത്യ വർമ്മയാണ് ഇതിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന, റിപ്പോർട്ടിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ സാധനങ്ങളെല്ലാം ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്നത്. വൺ സൈഡഡ് ആയിട്ടുള്ള റിപ്പോർട്ടായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയി പേഴ്സണൽ വെരിഫിക്കേഷൻ നടത്തി. സാധനങ്ങൾ അവിടെ തന്നെ ഒരു കുഴപ്പമില്ലാതെ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ നേരെ നടുക്കടുത്ത നടയിൽ നോക്കുമ്പോൾ 3 വിഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നതാണ് വൈരനാമം. അൺകട്ട് ഡയമണ്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം അവിടെ തന്നെ പൊതിഞ്ഞ് ഭദ്രമായിട്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ അരികിൽ തന്നെ ഉണ്ടല്ല. ക്ഷേത്ര ഭരണസമിതിയുടെ അധ്യക്ഷനായുള്ളത് ജില്ലാ ജഡ്ജിയാണ്. ആ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാധനങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ആദിത്യ വർമ്മ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും അവാസ്തവമാണ്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആളുകൾ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്നുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് രാജകുടുംബാംഗങ്ങൾ. മറ്റാരും വരാറില്ല. നമ്മുടെ ട്രസ്റ്റിൻ്റെ ഓഫീസേഴ്സ്, പിന്നെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ്, നമ്മുടെ ഫസ്റ്റ് കസിൻസ്, അങ്ങനത്തെ ആൾക്കാരെ വരാറുള്ളൂ. നമ്മൾ ആരും അങ്ങനെ ഗസ്റ്റിനെ കൊണ്ടുപോകാറില്ല. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ദേവസ്വം മന്ത്രിയും വിഷയത്തിൽ പ്രസ്താവനയുമായി രംഗത്തെത്തി. റിപ്പോർട്ട് ഗൗരവത്തിൽ കാണുന്നെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നുമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോടാണ് അഭിപ്രായം ഗവൺമെന്റ് ചോദിച്ചത്. അവരുടെ അഭിപ്രായമാണ് പത്രത്തിൽ TV-യിലൊക്കെ കണ്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ അന്വേഷണം നടത്താതിരിക്കില്ല. ആഭ്യന്തര മന്ത്രാലയമായിട്ട് ആലോചിച്ച് അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിക്കും. വിഷയത്തിൽ എന്തായാലും കടുത്ത നിലപാടിലാണ് രാജകുടുംബാംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണം. ഈ റിപ്പോർട്ടിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പോലുമുള്ള ആരോപണം രാജകുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.